നമസ്കാരം പ്രിയപ്പെട്ടവരെ, റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. സഖാവ് വി.എസ്. അച്യുതാനന്ദൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നാളെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കും. കേരളത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടി പോരാടിയ പാവപ്പെട്ടവൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ, സർവോപരി കേരളത്തിലെ ജനങ്ങളെ സ്നേഹിച്ച ഒരു വലിയ നേതാവിൻ്റെ വിടപറയലാണ് നമ്മൾ കണ്ടത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും, രാഷ്ട്രീയ കക്ഷി മത ജാതി ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തെ അനുസ്മരിച്ച് റോഡിനിരുവശവും പതിനായിരങ്ങൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു നേതാവിനും ചരിത്രത്തിൽ കിട്ടാത്ത തരത്തിലുള്ള ബഹുമാനം, ആദരവ്, കണ്ണീർ പൂക്കൾ എല്ലാം സഖാവ് വി.എസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും തെളിവ്, പ്രതിഫലം കേരള ജനത അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ അത് ചർച്ചയിൽ, എല്ലാ മാധ്യമങ്ങളുടെയും ചർച്ചയിലൊക്കെ വരുന്നുണ്ട്. കേരളത്തിലെ ഒരു തീവ്ര സുഡാപ്പിയായിട്ടുള്ള ആബിദ് അടിവാരം എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റ് നെറേഷൻ വിഷം ജനങ്ങളിലേക്ക് കുത്തിക്കയറ്റുന്ന വ്യക്തി, ആ വ്യക്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത്, ജൂതൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന സംഭവം മാനവികതയുടെ മഹത്തായ വിളംബരമാണ്. പ്രവാചകൻ്റെ അനുയായികൾക്ക് ലോകാവസാനം വരെ പിന്തുടരാനുള്ള മാതൃകയുമാണ്. അവിടെ വരെ ഒരു പ്രശ്നവും നമുക്ക് തോന്നില്ല. പക്ഷേ അവിടെ നിർത്തി അവസാനത്തെ വരികളിൽ ഏറ്റവും വലിയ വിഷം ഒളിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു വരിയുണ്ട്. അത് ഇങ്ങനെയാണ്: ആ ജൂതൻ പക്ഷേ ഒരു മുസ്ലിം വിരോധി ആയിരുന്നില്ല. ആ ജൂതൻ പക്ഷേ ഒരു മുസ്ലിം വിരോധി ആയിരുന്നില്ല. സഖാവ് വി.എസ്. അച്യുതാനന്ദൻ്റെ നിര്യാണത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചുകൊണ്ട് ആളുകൾ പോസ്റ്റ് ഇടുമ്പോൾ അതിൽ ഇസ്ലാമുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, CPMകാരുണ്ട്, BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. അതിൽ ആബിദ് അടിവാരം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ഒരു കറകളഞ്ഞ ഇസ്ലാം വിരുദ്ധനായിരുന്നു എന്നതാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. സഖാവ് വി.എസ്. മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴും ഈ 102ാമത്തെ വയസ്സിലും വിട പറഞ്ഞു പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ കണ്ണീരിൽ നിന്ന് വരുന്ന ചോരയ്ക്ക് തുല്യമായ കണ്ണുനീർ തുടച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ആബിദ് അടിവാരം എന്ന തീവ്രവാദി പറഞ്ഞിരിക്കുന്നു സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ഒരു കൃത്യമായ രീതിയിലുള്ള ഇസ്ലാമിസ്റ്റ് വിരുദ്ധനാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധനാണ്. ഇസ്ലാമിസ്റ്റ് വിരുദ്ധനെന്നല്ല, ഇസ്ലാമിക വിരുദ്ധനാണ്. ചാപ്പയടിച്ചു കൊടുത്തിരിക്കുന്നു സഖാവ് വി.എസിന്. ഇവനൊക്കെ ആരാണ് സഖാവ് വി.എസിനെ ഈ പറയുന്നത് പോലെ ചാപ്പയടിച്ചു കൊടുക്കാൻ? അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോടൊരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, NDF, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, സിമി തുടങ്ങിയ സംഘടനകൾ കേരളത്തിലെ പല ജില്ലകളിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനെക്കുറിച്ച്, അവർ ജനങ്ങൾക്കിടയിലേക്ക് വിഷം കുത്തിവെക്കുന്നതിനെക്കുറിച്ച്, അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആ വലിയ വിഷത്തെ ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു വി.എസിനോട് ചോദിച്ചത്. അന്ന് വി.എസ്. NDFനെതിരായി കൊണ്ട് സംസാരിച്ച ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു സംസാരം, അല്ലെങ്കിൽ ഒരു ബൈറ്റ്, ആ ബൈറ്റ് ഇങ്ങനെയാണ്: അധികകാലം പോകുന്നതിന് മുമ്പ് തന്നെ കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി, അല്ലെങ്കിൽ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റി അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു കളിയാണ് ഇവിടുത്തെ NDFും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ചേർന്ന് നടത്തുന്നത്. അതിൻ്റെ തെളിവുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്കിടയിലേക്ക് വലിയ വിഷമാണ് ഇവർ കുത്തിവെക്കുന്നത്. ഇത് അപകടകരമാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ അതിനുള്ള ശ്രമങ്ങൾ നടക്കും എന്നാണ് വി.എസ്. പറഞ്ഞത്. ഇതിലെവിടെയാണ് മുസ്ലിം വിരുദ്ധതയുള്ളത്? മുസ്ലിം മതത്തിലെ തീവ്രവാദികൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ ആ ആളുകളെല്ലാം മുസ്ലിം വിരുദ്ധനാണ് എന്ന ചാപ്പ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ചില മാധ്യമങ്ങളൊക്കെ ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു തരത്തിലും സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് അവരെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇസ്ലാമിനെതിരെയാണ് എന്ന് പറയും.
നേരെ മറിച്ച് ഹിന്ദുത്വക്കെതിരെ സംസാരിക്കുമ്പോൾ, ഹിന്ദു വർഗീയതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, ആരെങ്കിലും എവിടെയെങ്കിലും ഹിന്ദുവിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുത്വ ഭീകരതയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരും പറയുന്നില്ല അത് ഹിന്ദു മതത്തിനെതിരെയുള്ള വാക്കാണ് എന്ന് പറയുന്നില്ല, അത് ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെയുള്ള വാക്കാണ് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഇസ്ലാമിസ്റ്റ് ഭീകരതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുമ്പോൾ അത് ഇസ്ലാമിനെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നു. ഇതെവിടെ വരെ എത്തി എന്നതിൻ്റെ, എവിടത്തം വരെയാണ് ഇവർ കൊണ്ടുപോയി എത്തിച്ചത് എന്നതിൻ്റെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം സഖാവ് VS-നെ പോലെ ഇത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു നേതാവിനെ, സഖാവ് VS-നെ പോലെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു നേതാവിനെ, ഇതുപോലൊരു നേതാവിനി പിറക്കുമോ എന്ന് എല്ലാവരും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു നേതാവിനെ പോലും ഇസ്ലാമിസ്റ്റ് വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ട്, അദ്ദേഹം ഇസ്ലാമിസ്റ്റ് തീവ്രവാദ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നീചമായ പ്രവൃത്തി ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സോഷ്യൽ മീഡിയയിൽ കൂടി വളരെ ഇന്റലിജന്റ് ആയിട്ട്, അതായത് ബുദ്ധിപരമായി മണ്ടത്തരം പറയുകയും ബുദ്ധിപരമായി ഈ പറയുന്ന വർഗീയത ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഈ ആബിദ് അടിവാരത്തെ പോലെയും അദ്ദേഹത്തിൻ്റെ കുറെ അനുഭാവികളുണ്ട്. ഇയാളെ പോലുള്ള ആളുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തേ മിണ്ടാത്തത്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ഭൗതിക ശരീരം ഇങ്ങനെ വിലാപയാത്ര ഏറ്റുവാങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ പ്രതിഷേധം സഖാക്കളുടെയും മറ്റു പാർട്ടിക്കാരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ പോസ്റ്റ് മുക്കിയിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ് മുക്കൽ മാത്രം മതിയോ? ഇതെങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിൽ തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്നവരെല്ലാം ഇസ്ലാമിക വിരുദ്ധന്മാരാണോ? ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഒരു തീവ്രവാദത്തിനെതിരെ സംസാരിച്ചാൽ ആ തീവ്രവാദം, അല്ലെങ്കിൽ അത്തരത്തിൽ തീവ്രവാദം നടത്തുന്ന ആളുകൾ മാത്രമാണ് ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നതാണോ ഇവരുടെ വാദം? മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു വാദമുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ഒരു വാദമുണ്ടോ? ഇവിടെ ഒരുപാട് ഹിന്ദു സംഘടനകളുണ്ട്, ക്രിസ്ത്യൻ സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകളുണ്ട്. ഇവരുടെ എല്ലാം വർഗീയതയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ഹിന്ദുവിനെതിരെയോ മുസ്ലിമിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപരമായ ആളുകൾക്കെതിരെയോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ആബിദ് അടിവാരത്തെ പോലുള്ള ഇസ്ലാമിസ്റ്റുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ദാവൂദിനെ പോലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഈ സിമി മാറി ഇന്ന് പൊളിറ്റിക്കൽ സ്ലീപ്പർ സെല്ലുകൾ നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ ഈ വല്ലാത്ത സങ്കടത്തോടുകൂടി ഓരോ ആളും നിൽക്കുന്ന ഈ അവസരത്തിലും ഇത്തരം പോസ്റ്റ് അവിടെ ഇടാൻ ആബിദ് അടിവാരത്തിന് ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ധൈര്യം കൊടുക്കുന്നതിന്റെ പേരാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതൊരു തരത്തിലും മറ്റൊരു മതപരമായ ആളുകൾക്കും അത് പറ്റില്ല. ഒരു RSSന്റെ ആളുകൾക്ക്, തീവ്ര ഹിന്ദു ആയിട്ടുള്ള മറ്റ് സംഘടനകളുണ്ട്, RSS അല്ലാതെ തീവ്ര ഹിന്ദു സംഘടനകൾ വേറെയുണ്ട്, അവർക്ക് പറ്റില്ല. ഏതെങ്കിലും ഒരു വല്ലാത്ത സംഘടനകൾക്ക് പറ്റില്ല. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നയങ്ങൾക്ക് മാത്രമാണ് ഇത് പറ്റുക. ഇത്തരം നയങ്ങളെ, ഇത്തരം രീതികളെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മതേതരത്വം എന്ന് പറയുന്ന അപ്പക്കഷ്ണത്തിന്റെ മുകളിൽ സുരക്ഷിതമായി അടയിരുന്ന് ഞങ്ങൾക്കെതിരെ, തീവ്രവാദത്തിനെതിരെ എന്തെങ്കിലും അതിനെ സംസാരിച്ചാൽ അത് മുസ്ലിമിനെതിരെയാണ് സംസാരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് സഖാവ് VS-നെതിരെ ഇന്ന് ഈ പോസ്റ്റിലൂടെ ആബിദ് അടിവാരം എന്ന് പറയുന്ന പക്കാ സുഡാപ്പി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധമുയരണം, ശബ്ദിക്കണം. ഇതിനെതിരെ പ്രതിഷേധിച്ചാൽ വോട്ട് ബാങ്ക് പോകുമോ എന്ന് നോക്കിയിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോടൊന്നും പറയാനില്ല, നമോവാകം എന്ന് മാത്രം.